തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനിടെ നാടകീയ രംഗങ്ങൾ. കല്ലറ പൊളിക്കാൻ സബ് കളക്ടർ അനുമതി നൽകിയെങ്കിലും എതിർപ്പുമായി ഗോപൻ സ്വാമിയുടെ കുടുംബം രംഗത്തെത്തി. പ്രതിഷേധവുമായി ഒരു വിഭാഗം നാട്ടുകാരും സംഘടിച്ചിട്ടുണ്ട്. കല്ലറ തുറന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൈമാറാനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുലൻ ചേരുകയാണ്. ഡാൻ, എന്തായാലും വലിയ എതിർപ്പ് അവിടെയുണ്ട്, സംഘർഷ സാധ്യത നിലവിലുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സബ് കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു കല്ലറ പൊളിക്കാനുള്ള നീക്കവുമായി. അതേസമയം കുടുംബം വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന നാട്ടുകാരിൽ ഒരു വിഭാഗവും കുടുംബത്തിനൊപ്പമുണ്ട്. ഡാൻ കുര്യൻ അവിടെ നിന്ന് ചേരുന്നു. ഡാൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ സംഘർഷ സാഹചര്യങ്ങൾക്ക് നേരിയ തോതിൽ ഒരു അയവ് വന്നിരിക്കുന്നു. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വെച്ച് അല്പസമയത്തിനകം ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധികളുമായും ബന്ധുക്കളുമായും അതോടൊപ്പം ഈ സമാധി സ്ഥലം തുറന്ന് പരിശോധിക്കണമെന്ന ആവശ്യമായി മുമ്പോട്ടെത്തിയവരുമായും ചർച്ച നടത്തും. സബ് കളക്ടർ തന്നെയായിരിക്കും ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുക. അതിനുശേഷം മാത്രമേ ഈ സ്ഥലം തുറന്ന് സമാധി സ്ഥലം തുറന്ന് പരിശോധിക്കണമെന്നൊരു കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. നേരത്തെ ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് സ്ഥലം പരിശോധിച്ചതിന് ശേഷം പോലീസിന് ഈ സ്ഥലം പൊളിച്ച് പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയിരുന്നു. പക്ഷേ ആ നടപടികളുമായി ബന്ധപ്പെട്ട് അവിടെ ഈ സമാധി സ്ഥലത്തിന്റെ അളവെടുത്ത് അത് പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ ആർടി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായത്. ആ പ്രതിഷേധം ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം തന്നെയായി മാറുന്ന ഒരു പശ്ചാത്തലമായി മാറുകയും ഇരു വിഭാഗങ്ങളായി തിരിഞ്ഞ് ആളുകൾ പരസ്പരം പോർവിളി നടത്തുകയും ചെയ്തതോടെയാണ് തൽക്കാലത്തേക്ക് ഈ നടപടികളിൽ നിന്ന് പിൻവലിയാനുള്ള നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ കാലത്ത് കൂടി നിൽക്കുന്ന നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് വിരട്ടി ഓടിക്കുകയാണ്. കാരണം ഇങ്ങനെ അവിടെ തുടരാൻ അനുവദിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നീക്കം സജീവമായിരിക്കുന്നത്. ഒരുപക്ഷെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കാൻ പോകുന്ന ചർച്ചകൾക്ക് ഒടുവിലായിരിക്കും ഏത് തരത്തിലുള്ള നടപടികളാണ് ഈ വിഷയത്തിൽ തീരുമാനിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. പക്ഷേ പെട്ടെന്ന് ഈ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് ഇവിടെ ഒരു വർഗീയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നൊരു വിലയിരുത്തലാണ് തൽക്കാലത്തേക്കെങ്കിലും നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഒരു വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ സമാധാന ചർച്ച നടക്കും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ കല്ലറ ഇപ്പോൾ പൊളിക്കേണ്ട, ഇന്ന് പൊളിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണോ കളക്ടർ ഉൾപ്പെടെയുള്ളവർ? അങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ടോ? അതുപോലെ തന്നെ അവിടെ പോലീസ് കാവലുണ്ടായിരിക്കുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും ഇന്നോ നാളെയോ എന്നുള്ളതല്ല, തൽക്കാലത്തേക്ക് പൊളിക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം. ആ തീരുമാനത്തിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ ചർച്ചയിൽ ഒരു ധാരണ എത്തിയാൽ മാത്രമേ ആ തീരുമാനം മാറ്റുകയുള്ളൂ. അവിടെ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ പൊളിച്ച് പരിശോധന നടത്താൻ അനുവദിക്കൂ എന്നൊരു നിലപാടിലാണ് ഹൈന്ദവ സംഘടനകളുടെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ. ഒരുപക്ഷെ അങ്ങനെ ഒരു നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നീട് അത് ഇവർക്ക് സാവകാശം ലഭിക്കുകയും അവർ കോടതിയിലെ നിയമസഹായം തേടുകയും ചെയ്യുമെന്നൊക്കെ ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് ആദ്യഘട്ടത്തിൽ കടന്നത്. പക്ഷെ അത് പ്രദേശത്ത് പ്രാദേശികമായ ക്രമസമാധാന പ്രശ്നമായി മാറുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലത്തേക്കെങ്കിലും ആ നടപടികൾ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത്
അതാണ് തൽക്കാലത്തേക്ക് കല്ലറ പൊളിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം വലിയ എതിർപ്പുമായി അവിടെ കുടുംബം രംഗത്തുണ്ട്. കുടുംബത്തിന്റെ വാദങ്ങൾ എതിർത്തുകൊണ്ട് മറ്റൊരു വിഭാഗം നാട്ടുകാർ അവിടെയുണ്ട്. അത് കല്ലറ പൊളിച്ച് കാര്യങ്ങൾ കൃത്യമായി പുറത്തു കൊണ്ടുവരണം എന്ന് പറയുന്നു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് പറയുന്നു. അത്തരത്തിൽ അഭിപ്രായമുള്ളവരുണ്ട്. അവരുടെ വാക്കിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു വലിയ കാര്യം പുറത്തേക്ക് എത്തിയത്. ഈ മക്കൾ അച്ഛനെ സമാധിയിരുത്തിയ വിഷയത്തിൽ ഇപ്പോൾ വലിയ തർക്കം അവിടെ ആ ഭാഗത്ത് നിലനിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കുടുംബം വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് കല്ലറ പൊളിക്കേണ്ട എന്നാണ് തീരുമാനം. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.